ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ റിമാൻഡിലായിരിക്കുന്നു. ഈ മാസം 12 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, അറസ്റ്റിന് പിന്നാലെ ചോദ്യം ചെയ്യൽ, അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു വിജയകുമാറിനെ. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ജാമ്യാപേക്ഷ നൽകുന്നുണ്ടോ വിജയകുമാർ? പ്രജിൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നാണ് SITക്ക് മുൻപിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാർ അദ്ദേഹം കീഴടങ്ങിയത്. ഇതിൽ എ പത്മകുമാറിനൊപ്പം ഈ നേരത്തെ ചോദ്യം ചെയ്ത ഒരാളായിരുന്നു എൻ വിജയകുമാറും KP ശങ്കരദാസും. അതിൽ എൻ വിജയകുമാർ നേരത്തെ തന്നെ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം നീളാത്തത്, KP ശങ്കരദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം നീളാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കോടതി SITയെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റ് ഉറപ്പിച്ച എൻ വിജയകുമാർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷവുമായി പോയിരുന്നു. എന്നാൽ അതിനിടയിലാണ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾക്കിടയിലാണ് എൻ വിജയകുമാർ ഇന്ന് ഈഞ്ചക്കൽ ഓഫീസിലേക്ക് എത്തി കീഴടങ്ങിയത്. അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നത്, അതായത് അദ്ദേഹം SITയോടക്കം പങ്കുവച്ചിരുന്ന കാര്യം, താൻ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, മാത്രവുമല്ല തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യങ്ങൾ പങ്കില്ല, സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു, സമ്മർദ്ദം സഹിക്കാൻ താങ്ങാനാകുന്നില്ലെന്നും വിജയകുമാർ SITയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ മാസം 12-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. 31-ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. പ്രജിൻ, ഷഫീദ്, ഈ വൈദ്യപരിശോധനയ്ക്കടക്കം പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതും അതേ കാര്യം തന്നെയാണ്. തനിക്കൊന്നും അറിയില്ല, തനിക്കിതിൽ പങ്കില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തതും തീരുമാനമെടുത്തതെല്ലാം പത്മകുമാർ ഒറ്റയ്ക്കാണ് എന്ന മറുപടി. ആ ഒറ്റ മറുപടിയിൽ ഒതുക്കുകയാണോ വിജയകുമാർ കാര്യങ്ങളെല്ലാം? പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ എ പത്മകുമാറിന്റെ അറസ്റ്റിന് മുൻപും ശേഷവും ഓരോ തവണ എൻ വിജയകുമാറിനെ നേരത്തെ SIT ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൂച്ചയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള തീരുമാനം അത് ദേവസ്വം ബോർഡ് യോഗത്തിൽ വന്നെങ്കിലും അത് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് വന്നപ്പോൾ അതിൽ കൃത്രിമത്വം കാട്ടി എന്നുള്ളതായിരുന്നു എൻ വിജയകുമാർ അന്ന് ചോദ്യം ചെയ്യൽ മൊഴിയായി നൽകിയത്. എന്നാൽ എ പത്മകുമാർ ഈ വിഷയത്തിൽ കോടതിയിലടക്കം വാദിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട്, ദേവസ്വം ഭരണസമിതിക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അങ്ങനെ രേഖകൾ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സംശയം SIT മറുവാദമായി ഉയർത്തിയത്. ഏതായാലും നിലവിൽ ഇപ്പോൾ എൻ വിജയകുമാർ ഇക്കാര്യത്തിൽ ഇങ്ങനെ പറയുന്നെങ്കിൽ പോലും എ പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം പറഞ്ഞിരിക്കുന്നതും നൽകിയിരിക്കുന്നതുമായ കാര്യം ഈ വിഷയത്തിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനി ഇക്കാര്യത്തിൽ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കുമോ ഇല്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അതേസമയം ഇവരോടൊപ്പം എ പത്മകുമാറിനും എൻ വിജയകുമാറിനും ഒപ്പം ദേവസ്വം ഭരണസമിതി അംഗമായിരുന്ന KP ശങ്കരദാസിനെ ആരോഗ്യ പ്രശ്നം മൂലമാണ് നടപടികളിലേക്ക് കടക്കാത്തത് എന്നുള്ളതാണ് SIT ഇപ്പോൾ അറിയിക്കുന്ന ഒരു കാര്യം. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.